മാറ്റുലി ക്ലബ് ടൈം. റേഡിയോ മാറ്റുലി സ്കൂളുകളിലേക്ക്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ വിദ്യാലയങ്ങളിലെ മാറ്റുലി സ്കൂൾ ക്ലബ് അംഗങ്ങളായ കൊച്ചു പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ശ്രവണ വിരുന്ന്. മാറ്റുലി ക്ലബ് ടൈമിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് ലഹരിക്കണിയിൽ നിന്ന് ഒരു തലമുറയെ വീണ്ടെടുക്കാൻ ചെയ്യേണ്ടതെന്ത് എന്ന വിഷയത്തിൽ നടവയൽ സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന സംവാദം കേൾക്കാം. വേരറുക്കണോ മനസ്സ് മാറ്റണോ? ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവർ ഹാദിയ നൗറിൻ, ഹെലൻ മരിയ, ഗ്രേസ് മരിയ, ഹെന ആൻഡ് ലിബിൻ, ജോസഫ് തോമസ്, നച്കേത് എസ് ഗോപാൽ, അഭിഷിക്ത അയൻ ആൻഡ് തെരേസ് റോസ്. മോഡറേറ്റർ ജിസ്ന ജെയിംസ്, കണിയാമ്പറ്റ ബി.എഡ് സെന്റർ. നമസ്കാരം. നാളെ ഈ നാടിന്റെ അമരക്കാരാകേണ്ട പുതുചിന്തകളുടെയും ഊർജത്തിന്റെയും ഉറവിടങ്ങളായ വിദ്യാർത്ഥികളാണ് ഓരോ വിദ്യാലയത്തിന്റെയും ജീവൻ. എന്നാൽ ഇന്ന് വരും തലമുറയുടെ ഭാവി തന്നെ ഇരുളിലാക്കാൻ ലഹരി എന്ന മഹാവിപത്ത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നമ്മുടെ വിദ്യാലയമുറ്റങ്ങളിൽ വരെ വലവീശി നിൽക്കുകയാണ്. ജീവിതത്തിന്റെ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും കവർന്നെടുക്കുന്ന ഈ അവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണ്. ഈ തിരിച്ചറിവോടെ നടവയൽ സെന്റ് തോമസ് ഹൈസ്കൂൾ സംഘടിപ്പിക്കുന്ന ബിയോണ്ട് ദ ബസ് ജീവനം ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരിയുടെ പോരാട്ടം വേരറുക്കണോ മനസ്സ് മാറ്റണോ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെയും തുറന്ന ആശയവിനിമയങ്ങളിലൂടെയും സത്യത്തെ തിരിച്ചറിയുവാനും ലഹരിക്കെതിരെ ബോധവൽക്കരണം സൃഷ്ടിക്കുവാനും ഈ സംവാദം വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ 2 ടീമുകളായിട്ടാണ് സംവാദം മുന്നോട്ടു പോകുന്നത്. ടീം എ ലഹരിയുടെ ഉൽപാദനവും വിതരണവും നടക്കുന്ന പ്രധാന സ്രോതസ്സുകളെയും ഉറവിടങ്ങളെയും പൂർണ്ണമായും നശിപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം സാധ്യമാകൂ എന്നാണ് വാദിക്കുന്നത്. മറുഭാഗത്ത് ടീം ബി ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം വ്യക്തികളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകി അവരുടെ മനസ്സ് മാറ്റിയെടുക്കലാണ് എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ആരോഗ്യകരമായ വാദപ്രതിവാദങ്ങളിലൂടെ നമ്മെ ചിന്തിപ്പിക്കാൻ കടന്നുവരുന്ന ഇരുപക്ഷത്തെയും പ്രിയ ശ്രോതാക്കളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സംവാദം ആരംഭിക്കാം. ആദ്യവാദവുമായി ടീം എ. വിപണിയിൽ ലഹരി മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമായും തടയുക എന്നതാണ് ലഹരിയെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ് ലഹരി ഉപയോഗം വർദ്ധിക്കാൻ പ്രധാന കാരണം. ലഭ്യതയില്ലെങ്കിൽ ഉപയോഗവും ഗണ്യമായി കുറയും എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഈ വാദത്തെ എതിർക്കുന്നു. ലഭ്യത തടയുന്നത് കൊണ്ട് മാത്രം ലഹരിയുടെ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം കാണാൻ സാധിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിയമങ്ങൾ കർശനമാക്കിയാലും പലപ്പോഴും ലഹരി വസ്തുക്കൾ അനധികൃതമായി എത്തിച്ചേരുന്നു. അതിനാൽ ലഭ്യത കുറയ്ക്കുന്നത് മാത്രം മതിയാകില്ല. കള്ളക്കടത്തുകാർ തുറമുഖങ്ങൾ മുതലെടുത്തുകൊണ്ട് ബോട്ടുകൾ വഴി വിവിധ ലഹരി വസ്തുക്കൾ കടത്തുന്നു. ലഭ്യത പൂർണ്ണമായും തടയുക എന്നത് ഭൗമശാസ്ത്രപരമായി കേരളത്തിൽ അസാധ്യമാണ്. ലഹരിയുടെ ഉറവിടം തടയുന്നതിനൊപ്പം മനുഷ്യരുടെ മനോഭാവം മാറ്റിയാൽ മാത്രമേ ശാശ്വതമായ പരിഹാരം സാധ്യമാകൂ. ടീം എ മുന്നോട്ട് വയ്ക്കുന്നത് ലഹരിയുടെ ലഭ്യത കുറയ്ക്കുക എന്ന ആശയമാണെങ്കിൽ കേരളത്തിന്റെ ഭൗമശാസ്ത്രപരമായ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അതത്ര പ്രായോഗികമല്ല എന്നാണ് ടീം ബി ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത വാദവുമായി ടീം ബി. ഉപഭോക്താക്കൾ സ്വയം ലഹരിയിൽ നിന്ന് പിന്തിരിയുന്നതാണ് ലഹരിയെ തടയാനുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലഹരി മരുന്ന് വാങ്ങാൻ ആരും തയ്യാറാകാതിരുന്നാൽ വിൽക്കുന്നവർക്ക് പിന്നെ കച്ചവടം നടക്കില്ല. അതിനാൽ ഉപഭോക്താവിന്റെ മനസ്സിൽ മാറ്റം വരുത്തുന്നതാണ് ഏറ്റവും സുസ്ഥിരമായ പരിഹാരം. ആളുകൾ ലഹരിയെ ഉപേക്ഷിച്ചാൽ ലഹരി മാഫിയകൾക്ക് വിൽക്കാൻ ആളില്ലാതെ വരികയും ഈ ശൃംഖല തകരുകയും ചെയ്യും. അങ്ങനെ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഗ്രേസിന്റെ ആശയത്തോട് ഞാൻ വിയോജിക്കുന്നു. ലഹരി മാഫിയകൾ പലപ്പോഴും തന്ത്രപരമായ വഴികളിലൂടെ, അതായത് സൗജന്യമായി ലഹരി നൽകിയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിർബന്ധ വഴിയോ എല്ലാമാണ് ആളുകളെ ലഹരിക്ക് അടിമകളാക്കുന്നത്. വിതരണക്കാർ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഉപഭോക്താക്കളെ തനിയെ അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. ലഹരി വിതരണക്കാരുടെ ശൃംഖലയെ തകർക്കാതെ ഉപഭോക്താക്കളെ മാത്രം തിരുത്തുന്നത് ഈ വലിയ വിപത്തിനെ നേരിടാനുള്ള ഒരു ശക്തമായ മാർഗമല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
വ്യക്തിതലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ടീം എ മുന്നോട്ട് വയ്ക്കുമ്പോൾ വിതരണ ശൃംഖലകളെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത് എന്ന് ടീം ബി വ്യക്തമാക്കുന്നു. അടുത്ത വാദവുമായി ടീം എ. നിയമ നടപടികൾ ശക്തമായാൽ ലഹരി മാഫിയെ തടയാം എന്നാണ് എന്റെ വാദം. ലഹരി വിതരണക്കാരെയും ഉൽപാദകരെയും പിടികൂടി അവർക്ക് ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കുമെങ്കിൽ അത് മറ്റുള്ളവരിൽ ഭീതി ഉണ്ടാക്കും. കൂടാതെ NDPS ആക്ടിലെ കർശനമായ ജാമ്യ വ്യവസ്ഥകൾ പ്രതികൾക്ക് പുറത്തു കടക്കുവാനുള്ള വഴിയടയ്ക്കുന്നു. ഈ വാദത്തിൽ ഒരു വലിയ പോരായ്മയുണ്ട്. പിടിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും ചെറുകിട ഏജന്റുമാരും വിതരണക്കാരുമാണ്. 2026 ഓപ്പറേഷൻ തൂഫാൻ 4000-ലധികം പേരെ പിടികൂടിയിട്ടും ലഹരിമരുന്ന് കേസുകളുടെ എണ്ണം കുറയുന്നില്ല എന്നത് ഇതിന്റെ തെളിവാണ്. നിയമ നടപടികൾ കർശനമാക്കുക എന്ന വാലിഡ് പോയിന്റുമായാണ് ടീം എ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള നടപടികൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിലും ലഹരിയുടെ കെണികൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്നാണ് ടീം ബി വ്യക്തമാക്കുന്നത്. അടുത്ത വാദവുമായി ടീം ബി. മാനസികാരോഗ്യം ശ്രദ്ധിക്കുക, കൗൺസിലിംഗും മാനസിക പിന്തുണയും നൽകുക എന്നതാണ് ലഹരിയെ തടയാനുള്ള മറ്റൊരു നല്ല മാർഗമെന്നാണ് എന്റെ അഭിപ്രായം. ലഹരി ഉപയോഗിക്കുന്ന പലവരും വിഷാദവും ഏകാന്തതയും അനുഭവിക്കുന്നവരാണ്. അവർ ലഹരിയെ ഒരു വേദന സംഹാരിയായി കാണുന്നു. അവർക്ക് ശരിയായ കൗൺസിലിംഗ് നൽകുകയാണെങ്കിൽ ഇത് അവരുടെ ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കും. അതൊരിക്കലും ഒരു പൂർണ്ണ പരിഹാരമല്ല. കേരളത്തിലെ പല കുടുംബങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു അപമാനമായി കാണുന്നു. അതുകൊണ്ട് മാനസികാരോഗ്യ പരിപാലനം വർദ്ധിപ്പിക്കാമെങ്കിലും അത് ലഹരി ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല. കുട്ടിക്കാലം മുതലേ ലഹരിക്കെതിരെ അവബോധം നൽകുക എന്നതാണ് ലഹരിയെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നതാണ് എന്റെ അഭിപ്രായം. പ്രതിരോധമാണ് ഏറ്റവും മികച്ച ചികിത്സ. കുട്ടികളെയും കൗമാരക്കാരെയും ലഹരിയുടെ ദൂഷ്യവശങ്ങൾ, ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ പ്രത്യാഘാതങ്ങൾ, നിയമപരമായ അനന്തരഫലങ്ങൾ എന്നിവ പഠിപ്പിച്ചാൽ അവർ ലഹരി പരീക്ഷിക്കാൻ തയ്യാറാകില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് വഴി ഭാവി തലമുറയെ നമുക്ക് ലഹരി വിമുക്തമാക്കാം. നിലവിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഒരുപാട് ലഹരി വിരുദ്ധ പദ്ധതികളുണ്ട്. എന്നാൽ പല കുട്ടികളും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സിനിമകളിലൂടെയും ലഹരിയെ ഗ്ലാമറൈസ് ചെയ്യപ്പെടുന്നതായി നമ്മൾ കാണുന്നു. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവബോധമില്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് ലഹരിയിലേക്കുള്ള വഴി തുറക്കപ്പെടും. ബോധവൽക്കരണം മാത്രം പോരാ, അത് പ്രായോഗികമാക്കാൻ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണയും ആവശ്യമാണ്. ലഹരിയിൽ നിന്നും കുട്ടികളെ പിന്മാറ്റാൻ ഏറ്റവും പ്രായോഗികമായ ഒരു വശമാണ് ടീം ബി ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതായത് ചെറുപ്പം മുതലേ തന്നെ അവരെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുത്തുക എന്നത്. എന്നാൽ ഇതിനായി ആദ്യം മുന്നോട്ട് വരേണ്ടത് അവരുടെ പാരൻസ് തന്നെയാണ്. അഥവാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം അവർക്കിപ്പോഴും അത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ നിന്നുമാണ് ഇതിനായുള്ള ശ്രമങ്ങൾ ആദ്യം ആരംഭിക്കേണ്ടത് എന്നാണ് ടീം എ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത വാദവുമായി ടീം ബി. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്നും അകറ്റാൻ കായിക വിനോദങ്ങളും മറ്റും പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ലഹരിയിൽ അടിമപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മാനസിക സമ്മർദ്ദമാണ്. കായിക വിനോദങ്ങൾ, യോഗ, ഡാൻസ് തുടങ്ങിയവ ശരീരത്തിൽ സന്തോഷത്തിന്റെ ഹോർമോണായ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. കളികളും സ്പോർട്സും നല്ലൊരു ബദലാണ്. പക്ഷെ എല്ലാവർക്കും അതിൽ താല്പര്യമില്ല. കേരളത്തിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നിവ വളരെ പ്രചാരമുള്ളതാണെങ്കിലും എല്ലാ പ്രദേശത്തും ഇതിനുള്ള അടിസ്ഥാന സൗകര്യമില്ല. കൂടാതെ കായിക മത്സരങ്ങളിലെ പരാജയം അല്ലെങ്കിൽ പരിക്ക് പോലുള്ളവ വീണ്ടും സമ്മർദ്ദമുണ്ടാക്കാം. ഇത് പ്രായോഗികമായി എല്ലാവരിലേക്കും എത്തണമെങ്കിൽ വളരെ ചെറുപ്പം മുതലേ തന്നെ കായിക പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട്. ടീം ബിയുടെ നേരത്തെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റാണ് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത്. ചെറുപ്പം മുതലേ കായിക അഭ്യാസങ്ങളിൽ അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടുന്ന മക്കൾക്ക് വലുതാകുമ്പോൾ കായിക വിനോദങ്ങളോട് ഒരു അഭിരുചിയുണ്ടാകും. അങ്ങനെ അവരുടെ ആ മനസ്സ് മാറ്റിയെടുക്കുന്നതിലൂടെ ലഹരിയിൽ നിന്നും അവരെ നമുക്ക് അകറ്റി നിർത്താനായി കഴിയുമെന്നാണ് ടീം ബി വ്യക്തമാക്കുന്നത്. അടുത്ത വാദവുമായി ടീം എ. ലഹരി ഉപയോഗം സമൂഹത്തിന്റെ സുരക്ഷയെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ലഹരി മൂലം കവർച്ച, വീട്ടിലെ അതിക്രമങ്ങൾ, വാഹനാപകടങ്ങൾ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. അതിനാൽ ലഹരി ഉപയോഗം തടയുന്നതിന്, സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള
കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ യഥാർത്ഥ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. കേരളത്തിൽ ലഹരി പ്രശ്നം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ലഹരിയുടെ എളുപ്പത്തിലുള്ള ലഭ്യതയാണ്. ലഹരി മാഫിയകൾ ക്രിപ്റ്റോ കറൻസി പോലുള്ള സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ച് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനാൽ ലഹരിയുടെ വിതരണം കർശനമായി നിയന്ത്രിക്കുകയും കുട്ടികളെയും യുവാക്കളെയും ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണം. ലഹരി വസ്തുക്കൾ ലഭ്യമാകുന്ന വഴികൾ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞാൽ സമൂഹത്തിൽ സുരക്ഷയും സമാധാനവും കൂടുതൽ ഉറപ്പുവരുത്താൻ സാധിക്കും. വീണ്ടും ലഹരിയുടെ ലഭ്യതയിലേക്കാണല്ലേ നമ്മുടെ സംവാദം മുന്നോട്ട് പോകുന്നത്. അപ്പം ലഹരിയുടെ വിതരണം വീണ്ടും നിർത്തലാക്കാനുള്ള മാർഗങ്ങൾ എങ്ങനെയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്നാണ് ടീം ബി പറയുന്നത്. അടുത്ത വാദവുമായി ടീം ബി. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കരുതൽ നൽകുക എന്നതാണ് ലഹരിയെ തടയാനുള്ള മറ്റൊരു മാർഗം എന്നാണ് എൻ്റെ അഭിപ്രായം. ലഹരി ഉപയോഗിക്കുന്നവരെ പലപ്പോഴും സമൂഹം ഒറ്റപ്പെടുത്തുന്നു. ഇത് അവരെ കൂടുതൽ താഴ്ചയിലേക്ക് നയിക്കുന്നു. പകരം അവരെ കുടുംബവും സുഹൃത്തുക്കളും സമൂഹവും തിരിച്ചു സ്വീകരിക്കുകയും സ്നേഹവും പിന്തുണയും നൽകുകയും ചെയ്താൽ അവർക്ക് ലഹരി ഉപേക്ഷിക്കാൻ മനഃശക്തി ലഭിക്കും. ഇത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള അവരുടെ കാൽവെപ്പാക്കി മാറ്റാം. ഇത് വളരെ പ്രധാനമാണെങ്കിലും ഇത് അശ്രദ്ധമായാൽ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആയേക്കാം. അവൻ ലഹരി ഉപയോഗിക്കുന്നവനാണെങ്കിലും കുടുംബം അംഗീകരിക്കുന്നു എന്ന തോന്നലുണ്ടായാൽ മാഫിയകൾ ഇത് മുതലെടുത്ത് അവനെ വീണ്ടും ഉപയോഗത്തിലേക്ക് നയിച്ചേക്കാം. കൂടാതെ ജീവിതത്തിൽ തിരക്ക് കാരണം പലർക്കും കുടുംബങ്ങളിൽ ഒരുമിച്ചിരിക്കാൻ പോലും സമയം കുറവാണ്. സാമൂഹിക പിന്തുണ ആവശ്യമാണ്, പക്ഷേ അത് കർശനമായ മേൽനോട്ടത്തോടും മാർഗനിർദ്ദേശത്തോടും കൂടെ ആയിരിക്കണം, അല്ലാതെ ഒരു അനുവാദമായി മാറരുത്. ഇരുപക്ഷവും വളരെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇവിടെ ഉയർത്തിയത്. ഒരു വശത്ത് ലഹരിയുടെ ഉറവിടങ്ങൾ ഉന്മൂലനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് വ്യക്തമാക്കുമ്പോൾ മറുവശത്ത് ലഹരി വേണ്ടെന്ന് പറയുന്ന മനസ്സ് രൂപീകരിക്കുക പ്രധാനമാണെന്ന് തെളിയിക്കുന്നു. വേരറക്കുന്നത് വഴിയടക്കലാണെങ്കിൽ മനസ്സ് മാറ്റുന്നത് അതിൽ വീഴാതിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ജയിക്കണമെങ്കിൽ ലഹരിയുടെ ഉറവിടങ്ങൾ നിയമം കൊണ്ട് അറുത്തുമാറ്റുകയും യുവതലമുറയുടെ മനസ്സ് ബോധവൽക്കരണം കൊണ്ട് ശക്തമാക്കുകയും വേണം. രണ്ടും ഒത്തുചേരുമ്പോൾ മാത്രമേ ലഹരിമുക്തമായ ഒരു നല്ല നാളെ നമുക്ക് പടുതുയർത്താനാകൂ. അർത്ഥവത്തായ ആശയങ്ങൾ കൊണ്ടും ഗൗരവമേറിയ വാദമുഖങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു സംവാദമാണ് ഇവിടെ നടന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. അത് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കും ഒടുവിൽ നമ്മൾ ജീവിക്കുന്ന സമ്പൂർണ്ണ സമൂഹത്തിലേക്കും പടർന്നു പന്തലിക്കേണ്ട ഒന്നാണ് എന്ന് ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലഹരിമുക്ത സമൂഹം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ സംവാദത്തിൽ പങ്കെടുത്ത നടവയൽ സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കും റേഡിയോ മറ്റൊലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ സംവാദത്തിൽ പങ്കെടുത്തവർ ഹാദിയ നൗറിൻ, ഹെലൻ മരിയ, ഗ്രേസ് മരിയ, ഹെന ആൻഡ് ലിബിൻ, ജോസഫ് തോമസ്, നച്കേത് എസ് ഗോപാൽ, അഭിഷിക്ത അയൻ ആൻഡ് തെരേസ് റോസ്. മോഡറേറ്റർ ജിസ്ന ജെയിംസ്, കണിയാമ്പറ്റ ബി.എഡ് സെന്റർ. മാറ്റുലി ക്ലബ് ടൈമിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ലഹരിക്കെണിയിൽ നിന്ന് ഒരു തലമുറയെ വീണ്ടെടുക്കാൻ ചെയ്യേണ്ടതെന്ത് എന്ന വിഷയത്തിൽ നടവയിൽ സെന്റ് തോമസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സംവാദമായിരുന്നു. മറ്റൊരു സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികളുമായി മാറ്റുലി ക്ലബ് ടൈമിൽ വീണ്ടും എത്താം. നന്ദി, നമസ്കാരം. മാറ്റുലി ക്ലബ് ടൈം റേഡിയോ മാറ്റുലി സ്കൂളുകളിലേക്ക്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ വിദ്യാലയങ്ങളിലെ മാറ്റുലി സ്കൂൾ ക്ലബ് അംഗങ്ങളായ കൊച്ചു പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ശ്രവണ വിരുന്ന്.